എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫിയും ജിംബയും സാഞ്ചിയും അവർ 3 പേര് ഉഷാറായിട്ട് തേർഡ് ഫ്ലോർ ലക്ഷ്യമാക്കി ഓടുകയാണ്. അപ്പോഴായിരിക്കും സാഞ്ചിക്ക് ഇത് ഒരു പെൺകുട്ടിയെ ആരോ ഉപദ്രവിക്കുന്നതായിട്ട് മനസ്സിലാവുക. ആ ഒരു നിലവിളി അത് അവന്റെ ചെവിയിൽ അങ്ങനെ വന്ന് പതിയാണ്. അവനൊരു സഡൻ ബ്രേക്ക് ഇട്ട് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കും. സാഞ്ചി സഡൻ ബ്രേക്ക് ഇട്ട് ടെൻഷനായി നിൽക്കുന്നത് കണ്ട ലൂഫി ആണെങ്കിൽ അവനോട് കാര്യം തിരക്കും. അതിന് സാഞ്ചി പറയും, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തേർഡ് ഫ്ലോറിലേക്ക് പോയിക്കോളൂ, ഞാൻ എത്രയും വേഗം അവിടേക്ക് എത്തുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ പെണ്ണിന്റെ നിലവിളി കേട്ട ഭാഗത്തേക്ക് വരും. ജിംബയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അഭിമാനം. ലൂഫി, എനിക്ക് നിന്റെ ടീംമേറ്റ്സിനെ കുറിച്ച് ഓർത്ത് വല്ലാത്തൊരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുകയാണ്. അവർ വളരെ വിജിലന്റ് ആണ്, എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അവരവിടെ എത്തുമെന്നൊക്കെ പറഞ്ഞ് ജിംബൈ അവനെ പ്രശംസിക്കും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ ഒരു വിധത്തിൽ ആ ശബ്ദം കേട്ട റോബിന്റെ ഭാഗത്തേക്ക് വരും. അവിടെ ഒരു റൂമില് പേക്രാഞ്ചി മോറൻ ആണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് അത് പിടിച്ചു വലിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ ആ ഡോർ ചവിട്ടി പൊളിക്കും. പക്ഷെ എന്താ, അവന്റെ കാല് അവിടെ ഉണ്ടായിരുന്ന വെബിൽ തടയും. സാഞ്ചി അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ആക്ച്വലി അവൻ കരുതിയതുപോലെ അവൻ അവളെ ഉപദ്രവിക്കുകയല്ല, മറിച്ച് അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഡെലിബറേറ്റ്ലി അവനെ ഒരു കുടുക്കിൽ പെടുത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇപ്പം നമ്മുടെ സാഞ്ചി അവർ ക്രിയേറ്റ് ചെയ്ത ഒരു വെബിൽ അങ്ങനെ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ആ ഒരു ചെക്കനും പെണ്ണും അവർ രണ്ടുപേരും മോൺസ്റ്റർ ഫേസ് ഒക്കെ കാണിച്ച് ഓടി വന്ന് സാഞ്ചിക്കിട്ടൊരു ഒറ്റ ഇട്ടി. ആ ഒരു ഇടിയിൽ അവൻ അങ്ങനെ കറങ്ങി അടിച്ച് താഴെ വീഴും. ആ വെബ് പൂർണ്ണമായിട്ടും ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരാണെങ്കിൽ അവന്റെ പോസ്റ്ററൊക്കെ ഇപ്പൊ സാഞ്ചിക്ക് കാണിച്ചു കൊടുക്കും. നിന്നെ പിടിച്ചു കൊടുത്ത് നിനക്ക് കിട്ടാൻ പോകുന്ന ബൗണ്ടി അത് മുഴുവൻ ഞങ്ങൾ സ്വന്താക്കുമെന്ന് പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ അപ്പോഴും അതിൽ യാതൊരു കുറ്റബോധവും തോന്നില്ല. കാരണം ഒരു പെൺകുട്ടിയെ രക്ഷിക്കണം എന്ന നല്ല ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവൻ അവിടേക്ക് എത്തിയത്. പക്ഷെ അവനൊരു ചതിയിൽ വീണു. ആണെങ്കിൽ അവളോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം, എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ല, ഞാൻ നിങ്ങളോട് റിവഞ്ച് ചെയ്യില്ല. അതിനവൾ ചിരിക്കും. റിവഞ്ച് ചെയ്യാൻ പോയിട്ട് നിനക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പോലും കഴിയില്ല, നീ ഇപ്പോ എന്റെ ലൂപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഒരു സോങ് പാടും. അതിലൂടെ ഒരു കഥയാണ് അവൾ പറഞ്ഞു കൊടുക്കുക. സത്യത്തിൽ അവളുടെ മെയിൻ ഒരു ട്രാപ്പും പവറും ഒക്കെയാണ്. കാരണം അവൾക്ക് അവളുടെ ആ പാട്ടിലൂടെ പലരെയും ഇല്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയാണ് അവൾ ഇത്രയും നേരം കൊണ്ട് ഒരുപാട് പേരെ പിടിച്ചത്. സാഞ്ചിയും അവളുടെ പാട്ട് കേട്ട് അവൾ ആ പാട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്ന കഥയിലേക്ക് പതിയെ കടന്നു പോവാണ്. പക്ഷെ അവൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആണെങ്കിൽ അവളോട് കെഞ്ചാണ്, ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടണം, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ, എന്നെ കാത്ത് ഒരുപാട് പേര്, എനിക്ക് വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. സാഞ്ചി ആണെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ നിർത്താതെ പാട്ടുപാടി കഥ പറഞ്ഞ് ഇപ്പൊ സാഞ്ചിയെ അതിൽ മയക്കിയെടുക്കുകയാണ്. അതേസമയം ഇവിടെ ലൂഫിയും ജിംബയും രണ്ടുപേരും ആ തേർഡ് ഫ്ലോർ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ഒറ്റക്കണ്ണി പൂച്ച അവളാണെങ്കിൽ ആ കാര്യം ഇങ്ങനെ അറിയിക്കും. മാത്രമല്ല ആ ചീഫുകളും ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ A to Z കാര്യങ്ങൾ അവൾക്ക് ഇങ്ങനെ അറിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പാമ്പാട്ടി ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൂഫിയുടെ ബൗണ്ടി പോസ്റ്റൊക്കെ എടുത്ത് നോക്കും. വാവ്, 1.5 ബില്യൺ, തീർച്ചയായിട്ടും അവനെ നമുക്ക് തന്നെ പിടിക്കണം. അതിനുശേഷം യൂസ്ട്രസ് കിഡിനെയും ഞാൻ പിടിക്കും, അവരുടെ എല്ലാവരുടെയും ബൗണ്ടി നമുക്ക് വീതം വെച്ച് എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ഓൾറെഡി യൂസ്ട്രസ് കിഡിന്റെ കയ്യിൽ നിന്നൊരു പഞ്ച് അവന് കിട്ടിയതാണ്. സോ ഇപ്പൊ അവൻ വീണ്ടും അതെല്ലാം മറന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകാൻ തയ്യാറാവും. അവരാണെങ്കിൽ ലൂഫിക്കൻ ടീമിന് വേണ്ടി 4th ഫ്ലോറിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ ലൂഫിയൻ ടീമിനെ ഉഡോൺ സെല്ലിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രിസണേഴ്സ് അവരുടെ അടുത്തേക്ക് വിളിക്കും. അതിനുശേഷം ഒരു ഏണിയൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്ത ഒരു ഷോർട്ട് കട്ട് ഇപ്പൊ ലൂഫിക്കൻ ടീമിന് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഇതുവഴി ഡയറക്റ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മോട്ട വില്ലന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ ചെന്ന് പെടില്ല, ഈസി ആയിട്ട് കൈഡോയുടെ അടുത്തേക്ക് എത്താനായിട്ട് കഴിയും. അത് കേട്ട് ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഡബിൾ ഹാപ്പി. ഇവിടെ ആ വില്ലന്മാരാണെങ്കിൽ ലൂഫിക്കൻ ടീമിന് വേണ്ടി ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. കട്ട് ചെയ്താ ഇവിടെ കൈഡോയെ കാണിക്കും. അവനാണെങ്കിൽ ഓടന്റെ അസിസ്റ്റൻസിന് ഒന്നൊന്നായിട്ട് അവന്റെ ഫുൾ പവർ എടുത്ത് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. പക്ഷെ കിൻ അവൻ മാത്രം വീണ്ടും വീണ്ടും കൈഡോയ്ക്ക് നല്ല കോമ്പറ്റീഷൻ കൊടുക്കും. പിന്നാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നിനക്ക് ഈ വാനോ കിങ്ഡം ഞങ്ങൾ വിട്ടു തരില്ല, ഓടന് വേണ്ടി മൊമന്റോസ്കിക്ക് വേണ്ടി ഞങ്ങൾ തിരികെ പിടിക്കും. അത് കേട്ട് ദേഷ്യവും കലിയും ഒക്കെ ഡബിൾ ആയിട്ടുള്ള കൈഡോ അവനവന്റെ കൈ നീട്ടി ഇപ്പോ കിന്നിനെ അട്ടിച്ച് തെറിപ്പിക്കും. ചോപ്പറാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിങ്ങൾ എന്റെ ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും എല്ലാവരെയും ഞാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ ബോഡി ടെമ്പറേച്ചർ അത് നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരണം. അങ്ങനെ സംഭവിച്ച ആ ഒരു വൈറസിന് നിങ്ങളുടെ ബോഡിയിൽ സ്പ്രെഡ് ആവാനായിട്ട് കഴിയില്ല. അത്രയും വേഗം അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിനുള്ളിൽ തന്നെ ആന്റിഡോട്ട് അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തരുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവിടെയുള്ള ശത്രുക്കൾക്കും സോൾജിയേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ആശ്വാസം. അവരാണെങ്കിൽ അത് പരസ്പരം സ്പ്രെഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കും.
തീർക്കാണ്. ഇവിടെ ക്വീനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. അവൻ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് പറയും, നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്ക് ആന്റിഡോട്ട് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ സോംബിയായി തീർക്കുമെന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് അപ്പോമനെ നോക്കും. അപ്പോമാണെങ്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അനക്കമില്ലാതെ കിടക്കുകയാണ്. ഓ നോ, എന്നെ വെച്ച് ഇങ്ങനെ ഒരു ഗെയിം പ്ലാൻ ചെയ്ത ഞാനാണ് മണ്ടൻ, നിന്നെ കൊണ്ട് യാതൊരു യൂസും ഇല്ലെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും അവന്റെ ഗണ്ണെടുത്ത് പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. അടുത്ത നിമിഷം സോറോ ആണെങ്കിൽ ക്വീന്റെ തലയ്ക്കൊരു ഒറ്റ അട്ടി. നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. സത്യത്തിൽ ഞങ്ങൾ ഇവിടേക്ക് വന്നത് അതുപോലുള്ള ചോട്ടാ മോട്ടോ വില്ലന്മാരെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാനല്ല. പക്ഷെ ഇനിയും നീ ഇതുപോലുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ നിന്നെ ആയിരിക്കും ഞാൻ ആദ്യം കൊല്ലുക. ആണെങ്കിൽ ചുറ്റും നോക്കും. അവന്റെ അടിയുടെ ഇമ്പാക്റ്റില് അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായിരിക്കുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ ആ കാര്യം ഇപ്പൊ സോറോയോട് പറയും. അതിന് സോറോ പറയും, ഞാനൊന്നും അല്ല, ഉള്ളിലെ ഫ്ലോറിൽ നടക്കുന്ന ആ വലിയ യുദ്ധം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. കട്ട് ചെയ്ത ഉസോപ്പും നാമിയും അവർ രണ്ടുപേരും സേഫായി വയലറ്റ് പെണ്ണിന്റെ ലയന്റെ ദേഹത്ത് വീണിരിക്കുകയാണ്. അതങ്ങനെ ഉഷാറായിട്ട് അവരെയും തോളിലേറ്റി മുൻപോട്ടേക്ക് കുതിക്കും. ഒരു ഭാഗത്ത് ജിംബയും ലൂഫിയും അവർ രണ്ടുപേരും ഷോക്കായിട്ട് ചുറ്റും നോക്കുകയാണ്. കാരണം വലിയൊരു ഇമ്പാക്റ്റ് അത് ആ ഒരു കൊട്ടാരത്തിൽ സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. കടലിനടിയിൽ ലോഡ് സബ്മറിയൻ, അതും ഒരുപാട് വേവ്സ് ഒക്കെ വന്ന് അങ്ങനെ ഇളകി മറിയാണ്. മാത്രമല്ല ആ മാങ്ഷന്റെ ചില പീസുകൾ അതിന്റെ നേർക്ക് വരും. പക്ഷെ കപ്പലുണ്ടായിരുന്നവര് നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് സേഫായ സ്ഥലത്തേക്ക് മാറ്റുകയാണ്. മറ്റൊരു ഭാഗത്ത് കൈഡോടെ മകളും മൊമന്റോസ്കിയും ഉണ്ടപ്പെണ്ണും അവർ 3 പേരും സേഫായി മാങ്ഷന്റെ പുറത്തേക്ക് എത്തി. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത റോബിൻ ആണെങ്കിൽ ഒക്കിക്കുവിന്റെ കൈ അത് താഴേക്ക് വീണത് നോക്കി കാണിച്ചു കൊടുക്കും. സോറോ പറയും, ഞാനും അത് ഓൾറെഡി കണ്ടതാണ്. ഫൈറ്റ് അത് വേറെ ലെവലില് മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും വേഗം അവിടെ എത്തണം. പക്ഷേ ഫ്ലോർ വഴി നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. കാരണം ക്വീൻ അടക്കം ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള വില്ലന്മാര് ഫ്ലോറിലാണ് ഉള്ളത്. ഇനി ഫ്ലൈ ചെയ്ത് പോകാമെന്ന് കരുതിയാൽ കെന്നിനെ കൊണ്ടും അവന്റെ അസിസ്റ്റൻസിനെ കൊണ്ടും ഫ്ലൈ ചെയ്യാൻ കഴിയും. സോ ആ 2 വഴിയും നമുക്ക് അവലംബിക്കാനായിട്ട് കഴിയില്ല. എന്ത് ചെയ്യുന്നു ചിന്തിച്ച് അവരങ്ങനെ കൂലങ്കൽഷായിട്ട് ചിന്തിക്കുമ്പോഴായിരിക്കും ആ സോംബീസ് അവറ്റകളിപ്പോ അവർക്ക് നേരെ പാഞ്ഞടുക്കുക. അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആർക്കോ അവിടേക്ക് പാഞ്ഞു വന്ന് അവന്റെ ഫയർ പവർ അതുപയോഗിച്ച് അവരെ അങ്ങനെ കത്തി എരിയിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആൾക്കാർക്ക് സലാമൊക്കെ കൊടുക്കും. നിങ്ങൾ ഇതുവരെയായിട്ടും കൈഡോടെ അടുത്തേക്ക് പോയില്ലേ? അതിന് സോറോ പറയും, ഞങ്ങളെ കൊണ്ട് അതിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരുപാട് ചോട്ടാ മോട്ടാ വില്ലന്മാര് നിങ്ങളെ തടയാണ്. അതിന് മാർക്കോ ആണെങ്കിൽ ടെററായിട്ട് ലുക്ക് വിട്ട്, ഓക്കെ കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. മറ്റൊരു ഭാഗത്ത് കൈഡോടെ മകള് ആ പോർട്ടിലേക്ക് വന്ന് നോക്കും. അവിടെയാണെങ്കിൽ കപ്പലുകളോ സോൾജിയേഴ്സോ അങ്ങനെ ആരും തന്നെ ഇല്ല. പക്ഷെ വെള്ളത്തിൽ ഒരു പ്രത്യേകതര ക്ലൗഡ് അതങ്ങനെ ഒഴുകി നടക്കുന്നത് ശ്രദ്ധിക്കും. ഓ നോ, നമ്മൾ വളരെയധികം ലേറ്റായി. ഇതുകൊണ്ടാണ് ഇവിടെ എർത്തുക്വിക്ക് അത് ഉണ്ടായെന്ന് പറഞ്ഞ് അവൾ പാനിക്കാവും. മൊമന്റോസ്കി ആണെങ്കിൽ കാര്യം ചോദിക്കും. അവൾക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. കൈഡോ അവൻ്റെ ഫുൾ പവർ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു പിങ്ക് ക്ലൗഡ് അതുപയോഗിച്ച് അവൻ ഈ ഒരു ഒറിഗിഷിമ അതങ്ങനെ ഉയർത്തിയെടുത്ത് ആ ഫ്ലവർ ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോയി റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഒരു രംഗം കാണിക്കും. അവനാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു വലിയ മാങ്ഷൻ അടക്കം ഒറിഗഷിമ ഉയർത്തിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കൈഡോയെ കാണിക്കും. അവനാണെങ്കിൽ ചുറ്റുമുള്ള അക്കസായി മെമ്പേഴ്സിനെ എല്ലാം അട്ടിച്ച് താഴെയിട്ടിരിക്കുകയാണ്. അവൻ കിന്നിന്റെ അടുത്ത് വന്ന് പറയും, പ്ലാനിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കും. നിങ്ങൾ ഒരാൾ പോലും ഇവിടുന്ന് ജീവനോട് കൂടെ പോവില്ല. ഈ ഒരു ഒറിഗഷിമ അത് ഞാൻ ഫ്ലവർ ക്യാപിറ്റൽ റീപ്ലേസ് ചെയ്ത് ഈ ഒരു ഐലാൻഡ് അത് എന്റേതാക്കി മാറ്റും.